നമസ്കാരം. ശബരിമല സ്വർണ്ണാഭരണ കേസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രധാനമായ ചില അറസ്റ്റുകൾ ഒഴിവാക്കാൻ SITക്ക് മുകളിൽ സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സമ്മർദ്ദമില്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നിയമപരമായി അതായത് ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ഹൈക്കോടതി അറിയാതെ ഇത് ചെയ്തത്. രണ്ട് ദേവസ്വം മാനുവലിൽ പറയുന്നുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരും. 24 കൊണ്ടുപോകാൻ പോയപ്പോ തിരുവാഭരണം കമ്മീഷണർ ഒരു കത്തെഴുതി ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് കോടതി പറഞ്ഞ 10 ദിവസം കൊണ്ട് അദ്ദേഹം മലക്കം പറഞ്ഞു വന്നു. കാരണം അതിന്റെ ഇടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് എന്നിട്ട് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകണം പുറത്തേക്ക്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു പ്രശാന്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രശാന്തിനെയൊക്കെ ചവിട്ടി പുറത്താക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. വീണ്ടും കക്കാൻ നോക്കിയതാ. ഒരു പ്രാവശ്യമുള്ള കളവ് ആരും അറിയാതിരുന്നപ്പോ വീണ്ടും പൂശാൻ 2024 എന്നിട്ട് അതേ പോറ്റിയെ വിളിച്ച് കയ്യിലേക്ക് കൊടുക്കുക. ഇവർക്കൊക്കെ അറിയാമായിരുന്നു പോറ്റി അന്ന് അടിച്ചു മാറ്റിയത്, ഇവരെല്ലാം കൂടി ചേർന്ന് അടിച്ചു മാറ്റിയത്. അതാ കോടതി പറഞ്ഞത്, ഇവർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും വീണ്ടും 2024 വീണ്ടും ഇത് കൊടുത്തു എന്നാണ് കോടതിയുടെ ഉത്കണ്ഠ. ഈ യദുവിന്റെ കേസ് പറഞ്ഞിട്ട് അയാൾ കോടതിയിൽ പോയിട്ട് വ്യക്തിപരമായിട്ട് ഹർജി കൊടുത്ത് കൊണ്ടുവന്നൊരു കേസാണ്. അതാണിപ്പോ വളരെയധികം അട്ടിമറിച്ച് അന്വേഷിച്ചു. അതേസമയം അയാൾക്കെതിരെയുള്ള കേസ് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു സാധാരണക്കാരനെ വാദി പ്രതിയാകുന്ന സ്ഥിതിയാണ്. ഇതിന്റെ വിഷ്വൽസ് ഉള്ളതാണ്. പിന്നെ KSRTCയുടെ അകത്ത് കയറി MLA ബഹളം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അകത്ത് അതെല്ലാം എടുത്ത് കളഞ്ഞു മാറ്റി. മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. മെമ്മറി കാർഡ് വരെ എടുത്ത് കളഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ എന്തും നടക്കും. സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങാനായിരുന്നു ഈ SIT ഉണ്ടാക്കിയെങ്കിൽ ശബരിമലയിൽ ഇവരാരെങ്കിലും അകത്ത് പോകുമായിരുന്നു. വേറെ വല്ല വഴിയിൽ നിൽക്കണ വല്ലവരും അകത്ത് പോയത്. ഇത് കേസ് കൊടുക്കാൻ പോയവരെ വല്ലവരും പോയത്. അതാണ് സ്ഥിതി. ശബരിമല വിഷയം ഗൗരവമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിലുണ്ട്. അല്ല, അവരിപ്പോ വന്നിട്ട് ഒരാഴ്ചയല്ലേ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഭയാനകമായ സ്ഥിതിയാണ് ശബരിമലയിലെന്ന്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ? ഭയാനകമായ സ്ഥിതിയാണ്. അതായത് ഒരു തയ്യാറെടുപ്പും ശബരിമലയിൽ നടത്തിയില്ല. 6 മാസം മുമ്പ് തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് ശബരിമലയിൽ. നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ ടോയ്ലറ്റിൽ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. 10,000-കണക്കിന് ആളുകൾ വന്ന് കയറുന്ന ഒരു സ്ഥലത്ത് ടോയ്ലറ്റിൽ വെള്ളം പോലും വെക്കാത്ത സർക്കാരല്ലേ. ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ, തയ്യാറെടുപ്പിന് സർക്കാർ കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയൊക്കെ ഓർമ്മയുണ്ട, പമ്പയിൽ വന്നിട്ടാണ് യോഗം ചേർന്നിരുന്നത്. ഇതിനു മുമ്പ് സന്നിധാനത്തിൽ കയറിയിട്ടുണ്ട്, യോഗം ചേർന്നിട്ടുണ്ട്. അവിടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാർ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്യും. പമ്പ മലിനമായിരുന്നു, ഇറങ്ങാൻ പറ്റില്ലായിരുന്നു പമ്പയിൽ തുടങ്ങിയ സമയത്ത്. കുടിവെള്ളം ഇല്ല, ടോയ്ലറ്റിൽ വെള്ളമില്ലാന്ന് എത്രയോ ദൂരെ നിന്ന് വരുന്ന ആളുകളാണ് ടോയ്ലറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് വിഷ്വലൈസ് ചെയ്തത്. എന്നിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല. ടെറിബിൾ, ഭയാനകമായിരുന്നു ശബരിമലയിലെ സ്ഥിതി. ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാകായിരുന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ കരുതുന്നത്. അതായിരുന്നു സിറ്റുവേഷൻ. ഒരു നിയന്ത്രണവും ഇല്ലാതെ, അതായിരുന്നു ഒരു തയ്യാറെടുപ്പ് നടത്താതെ. നിങ്ങൾ സ്ഥിരം ശബരിമല റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരല്ലേ, ഒരു കാലത്തും കാണിക്കാത്ത അനാസ്ഥയാണ് ഈ പ്രാവശ്യം. ഒരാഴ്ച നിക്ക് വൃശ്ചികം 1-ാം തീയതിക്ക് മുമ്പ്, വൃശ്ചികം 1-ന് 8 ദിവസം മുമ്പാണ് കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വന്നത്. 8 ദിവസം മുമ്പ്. ശബരിമലയിലെ തയ്യാറെടുപ്പ് തുടങ്ങുന്നത് ഈ വൃശ്ചികം 1-ന് 8 ദിവസം മുമ്പാണ്. ഏറ്റവും വലിയ മടയത്തരമാണ് ആ മന്ത്രി പറഞ്ഞത്. മടയത്തരം, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് 8 ദിവസം മുമ്പാണ് കോഡ് ഓഫ് കോണ്ടക്ട് വന്നത്. വൃശ്ചികം 1-ാം തീയതിക്ക് മുമ്പ് ആണോ? 8 ദിവസം മുമ്പാണ് ശബരിമലയിൽ തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. 6 മാസം മുമ്പ് തുടങ്ങേണ്ട തയ്യാറെടുപ്പാണ്. 6 മാസം. എന്നിട്ട് തലയാഴ്ച അവിടെ പോകാൻ പറ്റിയില്ലെന്ന് മന്ത്രിക്ക്. നാണല്ലോ പറയാൻ വേണ്ടിയിട്ട്. 8 ദിവസം മുമ്പ് കോഡ് ഓഫ് കോണ്ടക്ട് വന്നത്, വൃശ്ചികം 1-ാം തീയതി അല്ലേ? ഇതാണ് സ്ഥിതി. ആഗോള അയ്യപ്പ സംഘമൊക്കെ തട്ടിപ്പായിരുന്നു, കപട ഭക്തിയായിരുന്നു. അതൊക്കെ പൊളിഞ്ഞ് പാളിസായല്ലോ ഇപ്പൊ എല്ലാം.
അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയില്ല, അതിനു മുമ്പ് കോടതിയിൽ ഇത് വന്നില്ലേ? അതല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം. അത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറഞ്ഞു വിട്ട ആളുടെ പേര് തൊട്ട് പറയും. അതറിയാം അവർക്ക്, അതറിയാം. അവര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കി, അവര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഞങ്ങൾ എന്തിനാ പറയണത്? പോലീസ് അന്വേഷണം നടക്കില്ലേ? ഞങ്ങൾ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞതിന്റെ പുറകെ പോലീസ് പോയെന്ന് പറയണ്ടല്ലോ. നിങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചില്ലേ ഏത് കോടീശ്വരനാണ് ഇത് വിറ്റതെന്ന് അങ്ങ് പറയണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എനിക്കെതിരായിട്ട് 2 കോടി രൂപയുടെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. അപ്പൊ ഞാൻ അതിന് മറുപടി അയച്ചു. ഇപ്പൊ അദ്ദേഹത്തിന്റെ 2 കോടിയുടെ മാനം 10 ലക്ഷമായിട്ട് കുറഞ്ഞു. കാരണം കോടതി കേസ് കൊടുത്തപ്പോൾ 10 ലക്ഷത്തിന്റെ ഉള്ളൂ. അപ്പൊ ഞാൻ പഴയ വക്കീലാണല്ലോ, ഞാനത് കോടതിയിൽ പ്രൂവ് ചെയ്തോളാം. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം പ്രൂവ് ചെയ്യാനുള്ള എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ കോടതി പറഞ്ഞോളാം. കേസല്ലേ? വിരട്ടാൻ വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണോ പറയുന്നത്? അല്ല, ആരും ഇത് പുറത്തു വരുമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ടൊന്ന് നോക്കിയതാണ്. ഒരു വക്കീൽ നോട്ടീസ് അയച്ചു നോക്കിയതാണ്. അല്ല, സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് പുള്ളി സ്വപ്ന സുരേഷ് വക്കീൽ നോട്ടീസ് അയച്ചില്ല. സ്വപ്ന സുരേഷ് പുള്ളിക്കെതിരായിട്ട് കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് വളരെ ഗുരുതരമായ ഒരു അലിഗേഷൻ പറഞ്ഞു, അറിയാല്ല. അത് അയച്ചില്ല, നോട്ടീസ് അയച്ചില്ല. എനിക്കെതിരെ അയച്ചു. അത് രാഷ്ട്രീയമല്ലേ? 2 കോടിയായിരുന്നു ആദ്യം നോട്ടീസിൽ. അത് കുറഞ്ഞു, മാനം കുറഞ്ഞു. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ മൊഴിയും കൂടി വന്നുകൊണ്ടായിരിക്കും അതിന്റെ വില കുറഞ്ഞത്, മാനത്തിന്റെ. നമ്മുടെ ഈ കൊള്ള നടന്നത് 2019 നിലവിലെ സ്പെഷ്യൽ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് ആദ്യമായിട്ട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ട് ഈ നിലയിലേക്ക് എത്തിയത്. കൊള്ള നടന്ന കാലത്ത് സ്പെഷ്യൽ കമ്മീഷൻ എന്തായിരിക്കും അറിയാതെ? അല്ല, കൊള്ള നടത്തിയ കാലത്ത് ഉള്ള സ്പെഷ്യൽ കമ്മീഷണർമാര് അത് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെല്ലാം ഇതിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ലേ. സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളല്ലേ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. അതിൽ ചിലര് അല്ല, എനിക്കറിയില്ല എന്താണ്, അത് കോടതി പരിശോധിക്കട്ടെ. എന്താണ് വാങ്ങിച്ചുവെന്നും ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, അവരെ പിന്നീട് വീട്ടിൽ പോയി അവരെ ഹരാസ് ചെയ്തു എന്നുള്ളതാണ്, പീഡിപ്പിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരായിട്ട്. അയാളെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിൽ അത് കൃത്യമായി പറയുന്നുണ്ട് DYSP. പക്ഷേ അയാൾക്കെതിരായിട്ട് ഒരു FIR ഇട്ടിട്ടില്ല. അയാൾ കാരണം അയാൾ CPMന്റെ ഓഫീസേഴ്സ് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതുകൊണ്ട് അയാളെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ സ്ത്രീയുടെ മൊഴിയുണ്ട് ഇയാൾക്കെതിരെ, അവരെ ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ മൊഴിയുണ്ട്. അത് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടും വേറെ തെളിവുകളൊന്നുമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരായിട്ട് FIR എടുക്കാതിരിക്കുകയാണ്. വേറൊരു CI ആത്മഹത്യ ചെയ്ത കേസാണ്. അതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ ഇരയായ സ്ത്രീയുടെ മൊഴിയെടുത്തു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത് എന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടും അയാൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല, FIR എടുക്കുന്നില്ല, സംരക്ഷിക്കുകയാണ് സ്വന്തം ആളുകളെ. ഇപ്പോൾ മുൻ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സജിൻ ദേവ് MLAയും KSRTCയിൽ ഡ്രൈവറുമായി സംഘർഷം ഉണ്ടാക്കിയ കാര്യം എല്ലാവരും കണ്ട, എല്ലാവരും അറിഞ്ഞതാണ്. ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും പ്രതികളല്ല, അവർ രണ്ടുപേരും കുറ്റക്കാരല്ല. എന്നിട്ട് KSRTC ഡ്രൈവറെ പ്രതിയാക്കിയിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. വാദി പ്രതിയായ സ്ഥിതിയാണുള്ളത്. സംസ്ഥാനത്ത് ഉടനീളം ഇതുപോലെ സ്വന്തക്കാരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് ഈ സംസ്ഥാനത്ത് ഉണ്ടാവും. പത്തനംതിട്ട ജില്ലയിലടക്കം സംസ്ഥാനത്ത് ഉജ്ജ്വലമായ തിരിച്ചുവരവുണ്ടാവും. ഞങ്ങൾ നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ടീം UDF ആയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നല്ല തോതിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആന്റോ ആന്റണി MP, DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവർ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിജു കുര്യൻ സ്വാഗതവും സെക്രട്ടറി G വിശാഖൻ നന്ദിയും പറഞ്ഞു.